VS രഞ്ജിത്തും അലി അക്ബർ ഷായുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിലാണ് VS രഞ്ജിത്ത് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, പോളിംഗ് ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നു അല്ലേ? വയനാട്ടുകാർ ഇതിനോട് മുഖം തിരിക്കുകയാണോ? സ്ഥാനാർത്ഥികൾ നെട്ടോട്ടത്തിലാണോ ഈ വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിന് വേണ്ടി? വിനീത, അല്പം ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മന്ദഗതി എന്നൊക്കെ പറയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തുകൾ 2 ഉണ്ട്, രണ്ടിലും ആളില്ലാത്ത അവസ്ഥയാണ്. കുറേ നേരമായി ഞങ്ങളിവിടെ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12 മണിക്ക് ശേഷം ഞങ്ങളിവിടെ ഉണ്ട്. ഈ സമയത്ത് തന്നെ ആളുകൾ ഇങ്ങനെ ഒറ്റയും തെറ്റുമൊക്കെ ആയിട്ട് വരിക എന്ന് പറയില്ല, സ്വാഭാവിക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതുപോലെ ഇങ്ങനെ വന്നു പോകുന്നു എന്നല്ലാതെ ഈ കൽപ്പറ്റയിലെ സെൻറ്റ് ജോൺസ് കോൺവെൻറ്റ് സ്കൂളിലെ ബൂത്തിൽ ഒരു നീണ്ട നിര എന്ന് പറയുന്ന ഒരു 10 പേര് ഒരുമിച്ച് നിന്നതും ഈ ബൂത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു 10 പേര് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇങ്ങോട്ട് ഇത്ര തിരക്കുള്ള ഒരു അവസ്ഥ പോലും ഒരു നേരം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് വയനാട്ടിലാകെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ഉച്ച കഴിഞ്ഞ് ഈ സമയമായിട്ടും 45-46% പോളിംഗ് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് ആരുടെയും ജയപരാജയത്തെ ഒന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ജയം, UDFനുള്ള ഒരു മേൽക്കൈ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ UDF അവകാശപ്പെട്ടതുപോലെ ഒരു 5 ലക്ഷത്തിൻ്റെ ഒന്നും ഭൂരിപക്ഷത്തിലേക്ക് കടക്കില്ല. ഇത് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരത്തിൻ്റെ മാറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 14 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ കഴിഞ്ഞ തവണ 10 ലക്ഷമാണ് ആളുകൾ പോൾ ചെയ്തത്. അതിന് മുന്നത്തെ തവണ 82% പോളിംഗ് ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ അത് 73% കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും രാഹുൽ ഗാന്ധി തുടക്കത്തിൽ മത്സരിച്ചപ്പോൾ 2019 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ വയനാട്ടുകാർ കൂട്ടത്തോടു കൂടി വന്ന് വോട്ട് ചെയ്തിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരത്തിൽ ആ ഒരു തീവ്രത കാണുന്നില്ല, ആവേശം കാണുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ, പിന്നെ UDFന് ഈസി വാക്ക് ഓവറുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ എല്ലാവരെയും വളരെ കരുതലോടുകൂടി പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല. വയനാട്ടുകാർ പൊതുവെ അയൽ സംസ്ഥാനങ്ങളിൽ, അതിർത്തി ജില്ലകളിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണ്. അവരാരും ഇത്തരത്തിൽ വലിയ കൂട്ടത്തോടു കൂടി കൊണ്ടുവരാനോ അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഈ പോളിംഗ് ബൂത്തുകളിൽ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. നേരത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് BJP ഒക്കെ തന്നെ കഴിഞ്ഞ തവണ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചു. ഇങ്ങനെ മന്ദഗതിയിലാണ് പോളിംഗ് പോകുന്നതെങ്കിൽ ഇടത് BJP സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറയാനും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനും ഒക്കെ കാരണമാകും. ഏതായാലും ചേലക്കരയെ പോലെ ആവേശത്തോടു കൂടി വയനാട് വോട്ട് ചെയ്യുന്നില്ല.